റോഡ് സൈഡിൽ മതിൽ നിർമ്മിക്കുന്നതിന് ഒരടി പോലും റോഡിൽ നിന്ന് മാറ്റി കെട്ടണ്ട. നമ്മുടെ അതിരെവിടെയാണോ അതിനിട്ട് മതിൽ കെട്ടാം. കോമ്പൗണ്ടുകൾ കെട്ടുന്നതിന് ഒരു പ്രശ്നവുമില്ല. കാരണം പഞ്ചായത്ത് ഓഫീസുകളിൽ പഞ്ചായത്തിൻ്റെ കാര്യനിർവഹണം എന്ന് പറയുന്ന ബുക്കിനകത്ത് പ്രത്യേകം ഗവൺമെൻറ് ഉത്തരവുള്ളതാണ്. കെട്ടിട നിർമ്മാണത്തിന് മാത്രമേ 220 ബാധകമുള്ളൂ, മതിൽ കെട്ടുന്നതിന് ബാധകമല്ല എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് ആ ബുക്കിനകത്തുള്ളതാണ്. ഈ ബുക്ക് മറിച്ച് നോക്കാതെയാണ് ആരെങ്കിലും പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വരികയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് ബോധമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ അതുകൊണ്ടാണ്. ആ ബുക്ക് മറിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. ഇത് പറയാൻ കാരണം, കൊല്ലത്തെ ഒരു പ്രിയ വിനോദ് എന്ന് പറഞ്ഞ സ്ത്രീ സ്വന്തമായിട്ട് അവർ അവിടെ വന്ന ലോഡ് ഇറക്കിയപ്പോൾ അവിടുത്തെ കയറ്റിറക്കുകാരുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. അതുകൊണ്ട് ആ വൈരാഗ്യത്തിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പരാതി കൊടുക്കുകയും പഞ്ചായത്തിലെ ഓഫീസ് സ്റ്റാഫ് നോക്കിയപ്പോൾ 1.5 അടി മാറ്റിക്കെട്ടി, ഇതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ 1.5 അടി പോയിട്ട് 1 സെൻറ്റിമീറ്റർ പോലും നമ്മുടെ സ്ഥലത്ത് നിന്ന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അതിരെവിടെയാണോ അതിനിട്ട് കെട്ടാം. അത് കെട്ടിട നിർമ്മാണത്തിന് മാത്രമേ ഈ ചട്ടം ബാധകമുള്ളൂ. അതുപോലെ തന്നെ ഇവർ സർവേ പാസ്സാകാത്തവരാണ്. റോഡിന് പ്രത്യേകം സർവേ ഉണ്ട്, നമ്മൾ താമസിക്കുന്നതിനും പ്രത്യേക സർവേയിൽപ്പെട്ടതാണ്. അത് വില്ലേജ് അതിൻ്റെ പ്ലാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ പോലും മാറ്റി കെട്ടേണ്ട കാര്യം ഇതിനകത്തില്ല. ഇത് പറയാൻ കാര്യം, ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മലയാള മനോരമ പത്രത്തിൽ ഇത് കോട്ട് ചെയ്ത് 1.5 അടി മാറ്റി കെട്ടി കൊണ്ട് ഇതിനകത്ത് പ്രശ്നമില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയേണ്ട കാര്യമില്ല. നമ്മുടെ അതിരെവിടെയാണോ അതിനിട്ട് തന്നെ കെട്ടാം. റോഡിനും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനും പ്രത്യേകം ഇതുണ്ട്. അതായത് കൺസേൺഡ് വില്ലേജ് ഓഫീസിൽ FMB എന്ന് പറഞ്ഞ ഫീൽഡ് മെഷർമെൻറ്റ് ബുക്കിനകത്ത് ഇതിൻ്റെ പ്ലാനുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ വില്ലേജ് ഓഫീസർക്ക് വന്ന് അളന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ അതിനിട്ട് തന്നെ മതിൽ കെട്ടാവുന്നതാണ്. ഇത് ഈ മലയാള മനോരമയിൽ തെറ്റായ ഒരു വാർത്ത വന്നതുകൊണ്ട് ജനങ്ങളത് വിശ്വസിക്കാൻ കാരണമാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ.